ജിസ്മോളുടെയും മക്കളുടെയും വിഷയത്തിൽ ആരൊക്കെ എന്തൊക്കെ കളികൾ കളിച്ചാലും അതിന് പിന്തുണയായിട്ട് ഏത് പോലീസ് വിഭാഗവും നിന്നാലും ഉറപ്പായും ഒരു നാൾ സത്യം പുറത്തു വരും എന്നുള്ളത് തീർച്ചയാണ്. ജിസ്മോളുടെയും മക്കളുടെയും ഈ ഒരു വിഷയത്തിൽ നീതി വൈകിപ്പിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ക്രൂരതയാണ്. ഉറപ്പിച്ചു പറയുന്നു, ഇത് അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ്. ആ കൊലപാതകം നടത്തിയ ജിമ്മിയും ജിമ്മിയുടെ അപ്പനും ജിമ്മിയുടെ അമ്മയും ജിമ്മിയുടെ സഹോദരിമാരും എത്രത്തോളം സത്യം മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ആ സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. അത് ആരെയൊക്കെ നിങ്ങൾ വാമൂടി കെട്ടിയാലും, ആരെയൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ചും ഒതുക്കാൻ ശ്രമിച്ചാലും, എന്തിനെ ജിസ്മോളുടെ കുടുംബത്തെ പോലും നിങ്ങൾ ഒതുക്കാൻ ശ്രമിച്ചാൽ അതെല്ലാത്തിനെയും ഭേദിച്ചുകൊണ്ട് ഒരു നാൾ സത്യം വെളിയിൽ വരും. അതെന്നായാലും വെളിയിൽ വരും. ആ സത്യത്തിൻ്റെ ഒരു പ്രതിഫലനം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് ഓർത്തോളുക. ഇപ്പോൾ ആക്ഷൻ കൗൺസിലടക്കം ഇതൊരു ആത്മഹത്യയാക്കി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ നമ്മൾ കണ്ടുവരികയാണ്. പക്ഷേ സധൈര്യം ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം സത്യത്തിനെതിരെ നിന്ന് ജയിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് തോൽക്കുന്നത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ജയമുണ്ടെങ്കിൽ അത് ധർമ്മപക്ഷത്ത്, അധർമ്മപക്ഷത്ത് നിന്ന് ജയിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അടക്കം വചനങ്ങളാണത്. ജിസ്മോൾക്കും മക്കൾക്കും നീതി കിട്ടും. ക്രൂരമായി കേരള മനസ്സാക്ഷി പോലും ഞെട്ടുന്ന ഒരു സത്യമായിരിക്കും ജിസ്മോളുടെയും മക്കളുടെയും ആ വിയോഗമെന്നത് തീർച്ചയാണ്. കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ആ ക്രൂരമായ കൊലപാതകത്തിൻ്റെ സത്യം ഒരു നാൾ പുറത്തു വരുമ്പോൾ സത്യത്തിനെതിരെ പ്രവർത്തിച്ച എല്ലാ ഘടകങ്ങളും അവിടെ ഇല്ലായ്മ ചെയ്യപ്പെടും. അവർ തല കുമ്പിട്ട് മാപ്പ് പറയേണ്ടി വരും എന്നത് ഉറപ്പിച്ചു പറയുകയാണ്. സത്യം മറച്ചു വെക്കേണ്ട ഇടങ്ങളാവരുത് പോലീസ് സ്റ്റേഷനുകൾ, സത്യം മറച്ചു വെക്കേണ്ട ഇടങ്ങളാവരുത് പൗരസമിതികൾ. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒറ്റയ്ക്കായാലും കൂട്ടായിട്ടായാലും തുടരുക തന്നെ വേണം. നീതി നടപ്പാകുക തന്നെ വേണം. സുപ്രീം കോടതിയിലടക്കം വിശ്വസിച്ചുകൊണ്ട് ഓരോ പൗരന്മാരും നടത്തുന്ന ഈ നിയമ പോരാട്ടത്തിന് പൂർണ്ണമായ പിന്തുണയും അതിനുള്ള എല്ലാവിധ ശക്തിയും ആരോഗ്യവും എല്ലാം ഈ നീതിക്ക് വേണ്ടി പോരാടുന്നവർക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജിസ്മോൾക്കും മക്കൾക്കും നീതി വൈകാതെ തന്നെ ലഭിക്കും. എത്രത്തോളം ശക്തികൾ നീതി വൈകിപ്പിച്ച് കള്ളത്തെ മുൻനിർത്തി കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിച്ചാലും നീതി നടപ്പാകുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറാമാൻ അഭിമോനോടൊപ്പം അക്ഷയ് ദീപ്, യു ടോക്ക്. താങ്ക് യു.